ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ശ്രീ കൊട്ടിയൂർ മഹാശിവക്ഷേത്രം. പ്രകൃതിയും മനുഷ്യനും ദൈവവും ഒന്നാകുന്ന സ്ഥലം. പറശ്ശിനിക്കടവ് പോലെ കണ്ണൂരുകാർ അഹങ്കാരത്തോടെ കൊണ്ടുനടക്കുന്ന ഒരു ക്ഷേത്രം. മെയ് ജൂൺ മാസത്തിൽ 28 ദിവസം നീണ്ടു നിൽക്കുന്ന വൈശാഖ മഹോത്സവമാണ്. ഇത്തവണ എനിക്കും ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചു. ക്ഷേത്രത്തിൻ്റെ ചരിത്രം ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഹൈന്ദവ പുരാണമനുസരിച്ച് തൻ്റെ മകൾ സതീദേവിയെയും ഭർത്താവായ ശിവനെയും അറിയിക്കാതെ ദക്ഷൻ യാഗം നടത്തി. എന്നാൽ ശിവൻ്റെ വിലക്കിനെ മറികടന്ന് സതീദേവി യാഗത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നു. അവിടെ വെച്ച് സ്വപിതാവിനാൽ അപമാനിക്കപ്പെടുകയും ചെയ്തു. ആ വേദനയിൽ ആത്മാഹുതി ചെയ്ത സതി കൈലാസത്തിലിരുന്ന ശിവൻ ഇതറിഞ്ഞ് രോഷാകുലനായി ജട പറിച്ചെടുത്ത് നിലത്തടിച്ചു. അതിൽ നിന്നും വീരഭദ്രൻ ജനിച്ചു. വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷൻ്റെ താടി പറിച്ചെടുത്ത് ശിരസറുത്തു. ശിവതാണ്ഡവ നൃത്തമാടി. ദേവന്മാരും ഋഷിമാരും ബ്രഹ്മവിഷ്ണുമാരും ശിവനെ സമീപിച്ചു, ശാന്തനാക്കി. ദക്ഷൻ്റെ തല അതിനിടയിൽ ചിതറിപ്പോയതിനാൽ ആടിൻ്റെ തല ചേർത്താണ് ദക്ഷനെ പുനർജനിപ്പിച്ചത്. യാഗവും പൂർത്തിയായി. പിന്നീട് ആ പ്രദേശം വനമായി മാറി എന്നാണ് ഇവിടുത്തെ ഐതിഹ്യം. മഴ നനഞ്ഞുകൊണ്ട് കൊട്ടിയൂരപ്പനെ തൊഴണമെന്നാണ് ആചാരം. പ്രകൃതിക്കിണങ്ങിയ രീതിയിലാണ് ഇവിടുത്തെ പർണശാലകൾ നിർമ്മിച്ചിരിക്കുന്നത്. പ്രകൃതിക്ക് ഒരു കോട്ടവും തട്ടാതെയാണ് ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നത്. ബാവലി നദിയുടെ ഇരുകരകളിലുമായി അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും സ്ഥിതി ചെയ്യുന്നു.